ഹലോ ഗൈസ്, അപ്പോൾ ദേ മോളെ വിളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ദേ ഒരാൾ നല്ല ഉറക്കമാണ്. ആ സമയത്ത് ഞാൻ പോയി കുറച്ച് മുരിങ്ങയില പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കല്ലുവിൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. ആ കുട്ടിക്ക് മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നതെന്ന് അതിൻ്റെ പേരൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ബേബി ഹഗിന്നൊരു വണ്ടി ഓടിക്കുമ്പം ഇത് വണ്ടി ഓടിക്കാനല്ല ശരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്ക് ഇതാണ് ആവശ്യം. കാരണം നമുക്ക് ഒറ്റയ്ക്കുള്ളവർക്കാകുമ്പോൾ നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ദാ ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എനിക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെ കേട്ടോ ഇത് അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആണ്. എന്നാലും ഞാനത് മേടിച്ചു, എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട്. പിന്നെ ഇതാ ഞാൻ അവനെ പൊതുവെ ഇങ്ങനെയാണ് ഇരുത്തുന്നത്. ഇങ്ങനെ ഇരുത്താം, നമുക്ക് വേണേൽ ഇതേ പൊസിഷനിൽ തിരിച്ചിരുത്താം, അതുപോലെ ബാക്ക് സൈഡിൽ നമുക്ക് ഇരുത്താം. 3-4 പൊസിഷൻസ് നമുക്ക് ഇങ്ങനെ ഇരുത്താൻ പറ്റും, കുഴപ്പമില്ല. പിന്നെ ആൾ കംഫർട്ടബിളാണ്. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിക്കോളും കേട്ടോ. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ആൾ എഴുന്നേക്കും. പിന്നെ ഉറക്കം വരുവാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ടോട് ഇങ്ങനെ ചരിഞ്ഞം കിടക്കും അതിൽ. എന്നാലും ആൾക്ക് പ്രശ്നമില്ല. പിന്നെ അധികം നേരമൊന്നും ഇരിക്കില്ല. ആൾക്ക് ഈ നിവർന്ന് താഴെ കിടന്ന് കളിക്കാനും ഒക്കെയാണ് പൊതുവേ ഇഷ്ടം. പിന്നെ നമ്മൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ വണ്ടി ഓടിക്കാൻ ഇത് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരെ വണ്ടി ഓടിക്കാനല്ല ഈ സാധനം ശരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു ഇതിൽ നമ്മൾ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് മോനെയും കൊണ്ട്. പിന്നെ ഇതാ നമുക്ക് അടുത്തൊരു കടയിൽ കയറണം. എനിക്ക് കുറച്ച് സോപ്പ് മേടിക്കണമായിരുന്നു. ഇപ്പം സോപ്പാണെങ്കിൽ പതപ്പിച്ചാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തീരെ ചെറിയ സോപ്പാണ് കേട്ടോ മേടിച്ചത്. അത് ഞാൻ കടയിൽ നോക്കിലുള്ളതിൽ ചെറിയ സോപ്പ് ഒരു 5-6 മേടിച്ച് 10-ൻ്റെ. അതാകുമ്പോഴത്തേക്ക് ഒരാൾ പതപ്പിച്ച് കളിക്കുകയാണ്. വെള്ളം തീരത്തില്ല, ഒരു ബക്കറ്റ് വെള്ളം തീരില്ല, പക്ഷേ സോപ്പ് എളുപ്പം തീരും. അങ്ങനെ സാധനം എല്ലാം മേടിച്ചുകൊണ്ട് പോയപ്പോൾ ആ സൈഡിലൊരു ബ്ലൂ ബാനർ എഴുതിയേക്കുന്ന കണ്ടില്ലേ, അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി നിന്ന് പോയി. വേറൊന്നുമല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മളൊരു സമൂസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഇതാ കണ്ടില്ലേ, അത് എന്ത് കിട്ടിയാലും ഒന്ന് കഴിച്ച് നോക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനത്തെ സമൂസയൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ചേച്ചിയും വന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ.